ഈ വാരം നമുക്ക് എഴുത്തയച്ചിരിക്കുന്നത് വിനോദാണ്. മായന്നൂരിൽ നിന്നുമാണ് നമുക്ക് എഴുത്ത് വന്നിരിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് വിനോദ്. എനിക്ക് എൻ്റെ ജാതക ഫലത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം. ഞാനൊരു വീട് പണി ചെയ്യുകയാണ്. ആ വീട് പണി മുഴുമിപ്പിക്കുവാൻ സാധിക്കുന്നില്ല എത്ര കണ്ടും. അതിനുള്ള തടസ്സങ്ങൾ മാറുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നല്ല രീതിയിൽ വരുമാനം വരുന്നുണ്ടെങ്കിൽ പോലും അത് വീട് പണിയിലേക്ക് ഇറക്കുന്ന സമയത്തിൽ യാതൊരു തരത്തിലും മുന്നേറ്റം ഉണ്ടാകുന്നില്ല. അതിലെ തടസ്സം മാറാൻ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് എനിക്ക് പ്രധാനമായിട്ട് അറിയേണ്ടത്. എൻ്റെ ജാതക പ്രകാരം എനിക്ക് ഏത് ദശാകാലമാണ് എന്നും അറിയണം എന്നാണ് വിനോദ് നമുക്ക് എഴുതി ചോദിച്ചിരിക്കുന്നത്. 1158 മകരമാസം 19-ാം തീയതിയാണ് വിനോദ് ജനിച്ചിരിക്കുന്നത്. ബുധനാഴ്ച ദിവസം ഉദയാൽപരം 28 നാഴിക 45 വിനാഴികയ്ക്കാണ്. ഇപ്പോൾ 35 വയസ്സ് കഴിഞ്ഞ് 11 മാസം 8 ദിവസമായി ജാതകപ്രകാരം. ജാതകവശാൽ വ്യാഴദശാകാലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2009 മുതലൊക്കെ വ്യാഴദശാകാലാണ്. വ്യാഴദശാകാലം 2025 വരെ 16 വർഷമുണ്ട്. വ്യാഴദശ നല്ല സമയമായിട്ടാണ് ജാതകത്തിൽ പറഞ്ഞിരിക്കുന്നത്. വളരെയധികം ഗുണം ചെയ്യുന്നൊരു സമയമാണ്. ജാതകത്തിൽ ഭാഗ്യസ്ഥാനത്തിൻ്റെ അധിപതിയായിരിക്കുന്ന വ്യാഴം 5-ാം ഭാവത്തിലാണ് ജാതകത്തിൽ നിൽക്കുന്നത്. കൂടാതെ വ്യാഴദശയിൽ ഇപ്പോൾ ശുക്രൻ്റെ അപഹാരമാണ്. 2016 നവംബർ മാസത്തിൽ ആരംഭിച്ച ശുക്രൻ്റെ അപഹാരം 2019 ജൂലൈ മാസം വരയ്ക്ക്, ജൂലൈ 29-ാം തീയതി വരയ്ക്കുണ്ട്. വ്യാഴദശയിലെ ശുക്രൻ്റെ അപഹാരം വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്നും 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനാണ്. അപ്പോൾ വീട് പണിയെല്ലാം തന്നെ നടക്കേണ്ട ഒരു സമയം തന്നെയാണ് ഇപ്പോഴത്തെ ഈ പീരീഡ് പ്രധാനമായിട്ടും സൂചിപ്പിച്ചിരിക്കുന്നത്. വീട് പണി എന്തായാലും സാധ്യമാകും. വ്യാഴദശാകാലത്തിൽ അത് പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. ഭാഗ്യാധിപനായിരിക്കുന്ന വ്യാഴം 5-ാം ഭാവത്തിൽ സ്ഥിതിയാണ്. ഇപ്പോൾ വ്യാഴദശാകാലത്തിൽ ദോഷകാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ വ്യാഴത്തിനെ അനുകൂലമാക്കുവാൻ വേണ്ടിയുള്ളതായിരിക്കുന്ന പ്രതിവിധികൾ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ തൊഴുകുന്നതും വ്യാഴാഴ്ച ദിവസങ്ങളിൽ വ്രതം ആചരിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യും. കൂടാതെ മാസം പ്രതി ജന്മനക്ഷത്രത്തിന് ഭാഗ്യസൂക്തം എന്നും പുരുഷസൂക്തം എന്നുള്ളതായിരിക്കുന്ന 2 പുഷ്പാഞ്ജലികൾ വഴിപാടായി ചെയ്യുന്നത് ഗുണം ചെയ്യും. ഗൃഹനിർമ്മാണത്തിലെ തടസ്സങ്ങൾ മാറുവാൻ വേണ്ടിയിട്ട് സമീപ ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമത്തിനൊന്ന് കൊടുക്കുന്നത് നന്നായിരിക്കും. നാളികേര മുഖാന്തരം ഗൃഹമുട്ട് ഭഗവതി ക്ഷേത്രത്തിൽ തീർക്കുന്നതും ഗുണം ചെയ്യും. കൂടാതെ ദശാനാഥനായിരിക്കുന്ന വ്യാഴത്തിനെ അനുകൂലമാക്കുവാൻ വേണ്ടിയിട്ട് വ്യാഴത്തിന് യോജിച്ച യന്ത്രമായ രാജഗോപാല യന്ത്രം കഴുത്തിൽ ധരിക്കുന്നത് വ്യാഴൻ്റെ കൂടുതലായിട്ടുള്ള ഗുണങ്ങളെ നമുക്ക് ലഭ്യമാകുവാൻ സഹായിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചെയ്യേണ്ട പരിഹാരങ്ങൾ: വിഷ്ണു ക്ഷേത്രത്തിൽ മാസം പ്രതി ജന്മനക്ഷത്രത്തിന് ഭാഗ്യസൂക്തം, അതുപോലെ തന്നെ പുരുഷസൂക്തം എന്നുള്ളതായിരിക്കുന്ന പുഷ്പാഞ്ജലി, ഭഗവതി ക്ഷേത്രത്തിൽ നാളികേര മുഖാന്തരം ഗൃഹമുട്ട തീർക്കുക, കൂടാതെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വിഷ്ണു സ്തോത്രങ്ങൾ ജപിക്കുന്നതും വ്യാഴാഴ്ച ദിവസങ്ങളിൽ വ്രതം ആചരിക്കുന്നതും പരിഹാരമാർഗമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വീട് പണി ഈ ശുക്രൻ്റെ അപഹാരത്തിൽ തന്നെ, ഇപ്പോൾ വ്യാഴദശയിലുള്ളതായിരിക്കുന്ന ശുക്രൻ്റെ അപഹാരം 2019 ജൂലൈ 29 വരെ പറയുന്നുണ്ട്. അതിനുള്ളിൽ തന്നെ ഏകദേശം പൂർത്തിയാകാനുള്ളതായിരിക്കുന്ന യോഗം ജാതകത്തിൽ കാണുന്നുണ്ട്. ഈ പറഞ്ഞ വഴിപാടുകൾ മാത്രം ചെയ്താൽ മതിയാകും. ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള സ്ഥിതിവിഗതികളെ കണക്കാക്കിയാണ് ജ്യോതിഷവിധി തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓരോരുത്തരുടെയും ജനനസമയം അനുസരിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളിൽ ഏറ്റക്കുറിച്ചുകൾ വന്നേക്കാം. നിങ്ങളുടെ യഥാർത്ഥ രീതിയിലുള്ള ഫലം അറിയുന്നതിന് ഒരു ദൈവജ്ഞനെ നേരിൽ സമീപിക്കുക. ജ്യോതിഷ വിധിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കത്തുകളും ഞങ്ങളെ എഴുതി അറിയിക്കേണ്ടതായ വിലാസം: ദ പ്രൊഡ്യൂസർ, UTV, ആദിത്യ ഇൻ, മനങ്ങോട്, നെന്മാറ. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെടേണ്ട വിലാസം: KP ശ്രീവാസ്തു, പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം, ആലത്തൂർ. ഫോൺ നമ്പർ 9447320192. ഇമെയിൽ keralaastrologer0192@gmail.com. വെബ്സൈറ്റ് www.keralaastrologer.com. ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.